ദേ നിന്റെ ഹീറോ അവിടെ നിപ്പുണ്ടല്ലോ. എത്രത്തോളം പോവോ എന്തോ. ഒന്ന് പോടി, ഇത്തവണ ഞാൻ ശരിക്കും കണ്ടാ മതി. മനു, ഞാൻ പോണു. തന്റെ ഈ നിധിയം കൊണ്ട് നടന്ന് നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടറുമ്പാവുന്നില്ലേ? എല്ലാരും പറയുന്നു എന്റെ പേര് പോലെ തന്നെ തനിക്ക് കിട്ടിയൊരു നിധിയാ ഞാനെന്ന്. ആണോ മനു? നിധി, നിനക്ക് ഞാനില്ലാതെ ജീവിക്കാൻ പറ്റുമോ? നീ ഇല്ലാത്തൊരു ലൈഫ് എനിക്ക് ചിന്തിക്കാനേ കഴിയുന്നില്ല. എനിക്കും ഇപ്പം അങ്ങനെ തന്നെയാണ്. മറ്റാരെക്കാളും എന്തിനേക്കാളും ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മനുവിനെയാണ്. അമ്മയൊന്നും പറഞ്ഞില്ല. നാളെയും കൂടെ കഴിഞ്ഞാൽ ക്ലാസ് കഴിയും. നിന്നെ വിളിക്കാനാണെങ്കിൽ നിന്റെ കയ്യിൽ ഫോണും ഇല്ല. എത്ര കാലം ഞാൻ നിന്നോടൊരു ഫോൺ വാങ്ങാൻ പറയുന്നു? എത്രയും പെട്ടെന്നൊന്നും വാങ്ങാം. പക്ഷേ ഫോൺ വാങ്ങിയാൽ സംസാരിക്കാനല്ലേ പറ്റും. നിന്നെ കാണാൻ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ വിഷമം അതാ. എന്തായാലും റിസൾട്ട് നോക്കാൻ എത്തുമ്പോൾ നേരത്തെ എത്താം. അവള് വെയിറ്റ് ചെയ്യാ. ഞാൻ പൊക്കോട്ടെ? അതെ, എന്നെ എപ്പോഴും ഓർക്കണേ. മനു, ബി പ്രാക്ടിക്കൽ. നിനക്ക് നല്ലൊരു ജോബ് കിട്ടാൻ ഇനിയും ടൈം എടുക്കും. സ്വന്തം കാലിൽ നിൽക്കാൻ പോലും മിനിമം 4 ഇയേഴ്സെങ്കിലും വേണ്ടി വരും. ഇതിപ്പോ എനിക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത പ്രപ്പോസലാണ്. പയ്യൻ IFS ആണ്. സോ നീ കഴിയുന്നതെല്ലാം വിടും. നമുക്ക് അന്നും ഇന്നും എന്നും നല്ല ഫ്രണ്ട്സ് ആവാം. പിടിക്കും മനു, പപ്പ പുറത്ത് വെയിറ്റ് ചെയ്യാം. ബക്കാടിയോ? കാമുകിയുടെ കല്യാണത്തിന്റെ പേരിലാണെങ്കിലും ആദ്യമായിട്ട് ഇവനൊരു കുപ്പി വാങ്ങിയല്ലോ, അത് മതി. സന്തോഷം. നിന്റെ ദുഃഖം ഈ ഒരു കുപ്പി തീരുവാളിയാ. എന്തായാലും വാ, നമുക്ക് ഇവന്റെ ദുഃഖത്തിൽ പങ്കുചേരാം. എന്തൊക്കെയായിരുന്നു നിധി. ഒടുവിലേ അവളവനെ വധിച്ചിട്ടങ്ങ് പോയി. ഇതൊക്കെയാണ് അളിയ വിധി. പോട്ടളിയാ, ഇതങ്ങോട്ട് പിടി. സങ്കടം അങ്ങോട്ട് മാറും. ആർക്ക് സങ്കടം? എനിക്കോ? ഞാനവളുടെ കല്യാണം കൂടി സദ്യയും കഴിച്ച് അവക്കൊരു ഗിഫ്റ്റും കൊടുത്തിട്ട് വരുന്ന വഴിയാ. ഗിഫ്റ്റോ? മോളെ, ദേ ഒരു ഗിഫ്റ്റ് കൂടി ഉണ്ട് കേട്ടോ. മനു, നിന്റെ ഫ്രണ്ട് അല്ലേ? പൊട്ടിക്ക്, നിന്റെ ഫ്രണ്ടിന്റെ ഗിഫ്റ്റ് അല്ലേ? ഇന്ന് അടി. ഇനി ഒരുപാട് പേരെ ഇൻവൈറ്റ് ചെയ്യാനുള്ളതാ.
വരണം. ഞാൻ പ്രതീക്ഷിക്കും എൻ്റെ നല്ലൊരു സുഹൃത്തായി. നിധി പൊട്ടിക്കടോ. തേപ്പായിരുന്നു അല്ലേ?